ഇന്ന് നോക്കുവാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ പവേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രൈം മിനിസ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രാൻസിലെ ഭരണഘടനയിലെ 20-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്ററും അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അംഗങ്ങളായ മറ്റ് മന്ത്രിമാരും ചേരുന്നതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിനോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർക്ക് ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്റർക്ക് ധാരാളം പവേഴ്സ് ഉണ്ട്. അപ്പോൾ അവ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് ഫ്രാൻസിൻ്റെ ഭരണഘടനയെ പറ്റി ഒന്ന് പറയാം. അതായത് ജനറൽ ഡി ഗോളിൻ്റെ ജനഹിത പരിശോധനയിലൂടെയാണ് ഫ്രാൻസിൻ്റെ ഭരണഘടന എന്നത് നിലവിൽ വന്നത്. മാത്രമല്ല ഫ്രഞ്ച് റിപ്പബ്ലിക് എന്ന് പറയുന്നത് 5th റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രകാരം ഫ്രഞ്ച് പാർലമെൻറ്റിൽ 2 സഭകളാണുള്ളത്. അതായത് ഒന്ന് സെനറ്റും രണ്ടാമത്തേത് നാഷണൽ അസംബ്ലിയും. അതായത് സെനറ്റ് എന്ന് പറയുന്നത് ഉപരിമണ്ഡലവും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് അധോമണ്ഡലവുമാണ്. ഓക്കെ, അപ്പോൾ ഈ 5ാം റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഫ്രാൻസിൻ്റെ ഭരണഘടന പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെപ്പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പവേഴ്സിനെയൊക്കെ പറ്റി വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം 5ാം റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടന പ്രധാനമന്ത്രിയുടെ ഓഫീസിന് രൂപം നൽകുകയും അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ നേതൃസ്ഥാനവും അതുപോലെ തന്നെ പരമാധികാരവും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പവേഴ്സിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഫ്രാൻസിൽ മന്ത്രിസഭയുടെ ചെയർമാന് പ്രസിഡൻ്റ് ആണ് എങ്കിലും ഗവൺമെൻറ്റിനോട് കൂടുതൽ ഉത്തരവാദിത്വമുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഫ്രാൻസിലെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരമാധികാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്രകാരം അദ്ദേഹത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തിനും രാഷ്ട്രത്തിൻ്റെ പൊതു സ്വഭാവത്തിനും സമാനമാണ്. ഓക്കെ, മാത്രമല്ല ഗവൺമെൻറ്റിനോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തി എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പവറാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പവർ എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങളിൽ അഥവാ ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് വളരെയധികം പവേഴ്സും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഇദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ വളരെയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഭരണഘടന പ്രകാരം. മാത്രമല്ല ഇദ്ദേഹത്തിന് നിരവധിയായ നിയമനിർമ്മാണ കാര്യനിർവഹണ നീതിന്യായ അധികാരങ്ങളുണ്ട്. എന്നാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നിയമനിർമ്മാണ അധികാരം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് രാഷ്ട്രത്തിലെ നിയമനിർമ്മാണം അദ്ദേഹമാണ് ഉറപ്പുവരുത്തുന്നത്. ഇതുകൂടാതെ ക്യാബിനറ്റിൻ്റെ രൂപീകരണം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇതും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവറാണ്. ഓക്കെ, നമുക്കറിയാം ഫ്രഞ്ച് ഭരണഘടനയിലെ 20-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഫ്രാൻസിലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ് അംഗങ്ങളായ മറ്റ് മന്ത്രിമാരും അടങ്ങുന്നതാണ് ഫ്രഞ്ച് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാബിനറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്യാബിനറ്റിന് രാഷ്ട്രത്തിലെ നയങ്ങളോടും അതുപോലെ തന്നെ പാർലമെൻറ്റിലെ നയങ്ങളോടും എല്ലാം തന്നെ ഉത്തരവാദിത്വമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ രൂപീകരണം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പവറാണ്. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹവും മറ്റ് സഹമന്ത്രിമാരും അടങ്ങുന്നതാണ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപ്രകാരം അദ്ദേഹം ക്യാബിനറ്റിൻ്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റിൻ്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുക എന്നുള്ളത് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവറാണ്. ഇത് പ്രകാരം രാഷ്ട്രത്തിലെ എല്ലാതരം ഭരണപരമായ സേവനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നയിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അദ്ദേഹം ക്യാബിനറ്റിൻ്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുകയും ഭരണപരമായ സേവനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഫ്രഞ്ച് പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന സ്ഥാനത്തേക്കുള്ള അംഗങ്ങളെല്ലാം തന്നെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രസിഡൻ്റ് നിയമനം നടത്തപ്പെടാത്ത ഏതൊരു തസ്തികയിലേക്കും അംഗങ്ങളെ നിയമിക്കുന്നതിന് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഫ്രാൻസിലെ പ്രസിഡൻ്റ് നിയമനം നടത്തേണ്ടതെന്ന് ഫ്രഞ്ച് ഭരണഘടനയിൽ രേഖപ്പെടുത്താത്ത എല്ലാ പദവികളിലേക്കും അതുപോലെ തന്നെ സ്ഥാനങ്ങളിലേക്കും അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം സ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ നിയമനം നടത്തുവാനുള്ള പവർ ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്റർക്കുണ്ടായിരിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രഞ്ച് പാർലമെൻറ്റിൽ 2 സഭകളാണുള്ളത്. അതായത് ഒന്നാമത്തേത് സെനറ്റും രണ്ടാമത്തേത് നാഷണൽ അസംബ്ലിയുമാണ്. ഇത് പ്രകാരം സെനറ്റ് എന്ന് പറയുന്നത് ഉപരിമണ്ഡലവും ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് അധോമണ്ഡലവുമാണ്. അപ്പോൾ ഈ പാർലമെൻറ്റിന് നിയമനിർമ്മാണ, കാര്യനിർവഹണ, അതുപോലെ തന്നെ ധാരാളം ധനകാര്യ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സെനറ്റിനും നാഷണൽ അസംബ്ലിക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് എങ്കിലും ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ ആദ്യം അത്തരം ബില്ലുകൾ അവതരിപ്പിക്കപ്പെടേണ്ടത് നാഷണൽ അസംബ്ലിയിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് ഫ്രഞ്ച് പാർലമെൻറ്റിനോട് എന്തധികാരമാണ് അതിൻ്റെ മേൽ ഉള്ളത് എന്ന് നോക്കിയാൽ ഈ പാർലമെൻറ്റിലെ മറ്റ് അംഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിയമനിർമ്മാണത്തിലും അദ്ദേഹം മുൻകൈ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിലെ മറ്റ് അംഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിയമനിർമ്മാണത്തിൽ മുൻകൈ എടുക്കാനുള്ള ഒരു സ്പെഷ്യൽ അധികാരം കൂടി ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്റർക്കും ഉണ്ടായിരിക്കും. ഇതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവറാണ്. മാത്രവുമല്ല ഈ ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്റർക്ക് ധാരാളം ഉപദേശ അധികാരങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, അതായത് ഭരണഘടനയുടെ നിർദ്ദേശപ്രകാരം നാഷണൽ അസംബ്ലി പിരിച്ചുവിടുമ്പോഴും അതുപോലെ എന്താണ് നമ്മൾ നാഷണൽ അസംബ്ലി എന്നൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതായത് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വഴിയാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതായത് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഫ്രാൻസിലെ പ്രതിനിധി സഭ കൂടിയാണത്. ഈ നാഷണൽ അസംബ്ലി പിരിച്ചുവിടുമ്പോഴും അതുപോലെ തന്നെ അടിയന്തര അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ എല്ലാം പ്രസിഡൻറ്റിന് ഉപദേശം നൽകുവാനുള്ള അധികാരം ഫ്രാൻസിലെ പ്രധാനമന്ത്രിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെ ചുരുക്കി BA നിലവാരത്തിൽ ജസ്റ്റ് കണ്ടൻറ് എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും